ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തന്തൂരി ചിക്കൻ റൊട്ടിസറിയാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം, അതും പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫുള്ളായിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പാർട്സൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അകത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. പിന്നെ അതുപോലെ ഫുള്ളായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എല്ലാ പീസസും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചിക്കൻ റൊട്ടിസറി ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലായത് സല്ലു കിച്ചണിൽ കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വിനീഗർ, ഇത് ഇങ്ങനെ കുഴക്കാൻ പാകത്തിന്, ഒരു തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അത് കുഴക്കാൻ പാകത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ, 2-3 ടീസ്പൂണ്. അപ്പോൾ ഇത് തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അത് കുഴക്കാൻ പാകത്തിന് വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മസാലയിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഗ്രീനി മസാല വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അൽഫഹാം, ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം. എന്തായാലും തിക്കായിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലോട്ട് ഫുള്ളായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ലെഗ് പീസും അതുപോലെ എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് പുരട്ടി കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് പുരട്ടി കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക കേട്ടോ. അകത്ത് ഫുള്ളായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലായിടത്തും മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ മസാല പുരട്ടി കൊടുക്കാനുണ്ട്, മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ്. നിങ്ങൾക്ക് പിന്നെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കസൂരി മെത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് കുഴക്കാൻ പാകത്തിന് തൈര് ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ലെമൺ ഡ്രോപ്സോ വിനീഗറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ലെമൺ ഡ്രോപ്സ് അല്ലെങ്കിൽ വിനീഗർ ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ടിത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല റെഡിയാക്കി എടുക്കാം. ഞാനൊരു ഗ്രീനി മസാലയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് പുതിന അതൊന്നും കിട്ടിയില്ല അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചിക്കനിലോട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ മസാല പുരട്ടി കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ ലെഗ് പീസും എല്ലാ പീസിലോട്ടും അതുപോലെ ചിക്കൻ്റെ അകത്തും ഒക്കെ നന്നായിട്ട് തന്നെ മസാല പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിത് മസാല എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ തൂക്കം വരുന്ന ചിക്കനാണ് കേട്ടോ, വലിയ ചിക്കനല്ല. അപ്പോൾ മസാലയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അരമണിക്കൂർ മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിത് റോട്ടിസറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് റോട്ടിസറി ചെയ്യാനുള്ള ഒരു സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ രണ്ടറ്റത്തും ക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഊരിയെടുത്തിട്ട് വേണം ചിക്കനിലോട്ട് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഒരു സ്ക്രൂ ഉണ്ടാവും. സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ലൂസാക്കി എടുത്തിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ഊരിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ ചിക്കനിലോട്ട് കുത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് ഇതിൻ്റെ കാലും കൈയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം ഒരു നൂല് കൊണ്ട്. എന്നിട്ടാണ് കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കാല് ഈ രണ്ടറ്റവും ഒന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം ഒരു നൂല് കൊണ്ട്. നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. പിന്നീട് നമ്മളിത് കഴിക്കാൻ നേരത്ത് അത് റിമൂവ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇതിൻ്റെ കൈയും ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് ബാക്കിലോട്ടാക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ടായിട്ട് രണ്ട് കൈയും ഇതുപോലെ പിടിച്ചിട്ടൊന്ന് ഇതും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ വരുന്ന വിധത്തിൽ ഒന്ന് കുത്തി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് സെൻറ്ററിലാക്കി വെക്കുക കേട്ടോ. ആ ഒരു ചിക്കന് മിഡിൽ പോർഷനിലാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് രണ്ടറ്റത്തും കൂടെ ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചിക്കൻ്റെ അകത്തോട്ട് കുത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് എന്നിട്ട് വേണം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ മറ്റേ അറ്റത്തും കൂടെ അങ്ങനെ ചിക്കനിലോട്ട് കുത്തി കൊടുത്തിട്ട് വേണം സ്ക്രൂ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലോണം ടൈറ്റാക്കി വെക്കുക സ്ക്രൂ.
മറ്റേ അറ്റത്ത് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ, മറ്റേ ഭാഗത്തേക്കാണ് ഞാനങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് കുത്തി കൊടുത്തിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ചിക്കൻ വിട്ട് വരാത്ത വിധത്തിൽ വേണം ക്ലിപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ആ ഒരു സ്റ്റിക്കിൻ്റെ മിഡിൽ പോർഷനിൽ ചിക്കൻ വരുന്ന വിധത്തിൽ ക്ലിപ്പിട്ട് കൊടുക്കുക, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് റൊട്ടിസറി ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് റൊട്ടിസറി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാൻഡ് ഇതിൻ്റെ ഒന്നിച്ചുണ്ടാവും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓവൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഓവൻ്റെ മിഡിൽ ഭാഗത്താണ് കേട്ടോ ആ ഒരു സ്റ്റിക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ മെല്ലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റൊട്ടേസറി ആ ഒരു ഓപ്ഷനിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓവൻ്റെ ഇത് ബജാജ് ഓവനാണ്. അപ്പോൾ ഇതിൽ 2ാമത്തെ മോഡലാണ് റൊട്ടേസറി ഓപ്ഷൻ ഉള്ളത്. എന്നിട്ട് 250 ഡിഗ്രിയിൽ 1 അവർ ഗ്രില്ല് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കറങ്ങിയിട്ടാണിത് ഗ്രില്ലാവുന്നത്. അപ്പോൾ 1 അവർ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഗ്രില്ലായി വരുമ്പോഴേക്കും. ചിലപ്പോൾ 1 അവറിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് നല്ലോണം ഗ്രില്ലായി കിട്ടും. അപ്പോൾ ഇത് നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഞാൻ 1 അവറാണ് സമയം വെച്ചത്. ഇപ്പോൾ 1 അവർ ആവാറായി. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ മെല്ലെ മേലോട്ടാക്കിയിട്ട് എടുക്കുക. നല്ല ചൂടുണ്ടാവും ഓവനൊക്കെ. നല്ല പാകത്തിന് ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സ്റ്റിക്കും അതിൻ്റെ ആ ഒരു ക്ലിപ്പൊക്കെ മാറ്റിയിട്ട്, പിന്നെ നേരത്തെ കെട്ടിക്കൊടുത്ത ആ ഒരു നൂലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.